ഞാൻ അധിക നാളുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ തൃപ്തരാകുമോ എന്ന് എനിക്കറിയാം. ഇവരിതിനെ തമാശയായിട്ട് എടുത്തു. 48 മണിക്കൂറുകൾക്കപ്പുറം നിന്ന നിൽപ്പിൽ ഈ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഭൂതം പ്രേത പിശാചുക്കളൊക്കെ ബാധിക്കുന്ന ആരെയാണ്? ഭയമുള്ളവനെയാണ്. ഭയമുള്ളവനെ ഇത്തരം കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും. താങ്കൾ ബാധ ഒഴിപ്പിക്കാറുണ്ട്? അയാളോട് നിങ്ങൾക്ക് ബാധ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ആളടുത്തേക്ക് പോവുകയുള്ളൂ. അയാൾ പറയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ബോധമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അയാളോട് പറയും നിങ്ങൾക്ക് ബാധയുണ്ട്, ഞാൻ ഇന്നൊരു കാര്യം ചെയ്താൽ ആ ബാധ മാറും എന്ന് പറയുന്നു. ഞാൻ അവിടെ ചെയ്യുന്നു, ആ ബാധ മാറും. മനസ്സിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാം മനസ്സിന്റെ കളികളാണ്. എല്ലാം അടിസ്ഥാനപരമായി മനസ്സിന്റെ കളികളാണ്. അപ്പൊ എന്താ ഈ മനസ്സ്? മുല്ലപ്പെരിയാറിനാ 200 ദിവസം ഞാൻ ചോദിക്കട്ടെ, തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഭാവിയെ അറിയാനുള്ള എന്തെങ്കിലും സാധനം ഈ ഭൂമിയിൽ സാധാരണക്കാരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവിക്കുന്നതിൻ്റെ പകുതി ആൾക്കാർ പോലും ഇവിടെ ഉണ്ടാവുകയുണ്ടായിരുന്നില്ല എന്ന് ഓഷോ പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് വന്ന് മരിച്ചു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത്. ഒരു കൂട്ടം ആളുകളുടെ വിമർശനമാണ്. ഞാൻ വിമർശനത്തെ നല്ല രീതിയിൽ ഞാൻ ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് വെക്കുന്നത്. ചില ആളുകൾ വിളിച്ചു പറയാറുണ്ട്, സോ എനിക്ക് സംസാരിക്കണം. ചില ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മൾ ഷൂട്ടിലാണെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വിളിക്കുമ്പോൾ തന്നെ 3-4 കോളുകൾ കട്ട് ചെയ്യുന്ന സാർ കണ്ടിട്ടുണ്ടാവും. സംസാരിക്കും, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇല്ല സാറിന് എപ്പോഴാണോ സമയം അത് പറയൂ. ഞാൻ എന്താണ് പ്രശ്നം? അത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വിളിച്ചു, എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ വിളിക്കണം, ഇനിയും വിളിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് 53-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവരെ വിളിച്ചിട്ട് ഭർത്താവ് പറയുകയാണ്, ഞാൻ അധിക നാളുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ തൃപ്തരാകുമോ എന്ന് എനിക്കറിയാം. ഇവരിതിനെ തമാശയായിട്ട് എടുത്തു. 48 മണിക്കൂറുകൾക്കപ്പുറം നിന്ന നിൽപ്പിൽ ഈ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോ എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ അദ്ദേഹം ഒരു ഷോപ്പ് നടത്തുകയായിരുന്നു, സാധാരണക്കാരനായ ഒരു മനുഷ്യന് ആ ഉൾവിളി ഉണ്ടാകുന്നത് താൻ തീരാൻ പോവുകയാണ്? ഓക്കെ, അത് ഇതിൽ എന്താണ്, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിലൊന്നും നമുക്കൊരു ഏതാണ്ട് നമ്മളൊരു സ്കെയിൽ വെച്ച് പറയാൻ മാത്രമേ അറിയൂ. കാരണം ഇതിലൊന്നും ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരും അവരുടെ പെർസെപ്ഷനിലാണ് അതിന് ഉത്തരം പറയാം. അപ്പൊ എനിക്ക് എന്റെ പെർസെപ്ഷനിൽ ഉത്തരം പറയാൻ പറ്റും, അത് ശരിയായിരിക്കണം. ഞാൻ ഇതേ ചോദ്യം പലരോടും ചോദിക്കും. ഇതിലെന്താണെന്നറിയോ, പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം, എന്താണെന്നറിയോ, ഞാൻ ഒരാളോട് ചോദിച്ച ചോദ്യങ്ങൾ പലരോടും ചോദിക്കാം. കാര്യം എനിക്ക് ഇതിന് കൃത്യമായ ഉത്തരം കിട്ടാതെ. അല്ല, ഇതിലെന്താ വിഷയം എന്നറിയോ, നമ്മളൊക്കെ ലോകത്ത് മനുഷ്യൻ ജനിച്ചതിന്റെ പിറ്റേന്ന് മുതൽ മരണത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മരണത്തെ കാണുന്നുണ്ട്. മരണം അവന്റെ സന്തത സഹചാരിയാണ്. ഇതൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഈ മരിക്കുന്ന സമയത്ത് ഈ അവരെ ബന്ധുക്കൾ ഇതിനെ റിലേറ്റ് ചെയ്യും. ഇയാൾ 2 ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അയാൾ ജീവിതത്തിൽ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അധികവും റിലേറ്റ് ചെയ്യുക, നമ്മളെ ഉള്ളിൽ നമുക്ക് എന്തോ സ്ഥാപിക്കാനുണ്ട്. യുക്തി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. യുക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കൂ. അതിനു വേണ്ടിയുള്ള യുക്തികൾ നിങ്ങൾ കളക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തെറ്റാന്ന് പറയാനുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്യും. ഏതൊരു കാര്യം ശരിയാണെന്ന് പറയാനുള്ള ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്, തെറ്റാണ് എന്ന് പറയാനുള്ള ഇൻഫർമേഷനും ഉണ്ട്. എൻ്റെ ചോദന എന്താണോ, എനിക്ക് അതിന് ഇഷ്ടമാണെങ്കിൽ അത് ശരിയാണെന്ന് പറയാനുള്ള ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്യും. ഇപ്പൊ ഈശ്വര വിശ്വാസം, കൃഷ്ണന്റെ ഭക്തി, കൃഷ്ണനെ കൊണ്ട് ഞാൻ കൃഷ്ണനെ ഉപാസിച്ചപ്പോൾ എനിക്ക് ഒരുപാട് നന്മ ഉണ്ടായി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ജീവിതത്തിലുണ്ടായ എല്ലാ നന്മയെയും കൃഷ്ണനായിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പൊ നേരെ ക്രിസ്ത്യൻ ആണെങ്കിൽ അയാൾ യേശു ക്രിസ്തുവായിട്ടായിരിക്കും കണക്ട് ചെയ്യാം. അപ്പൊ ഓരോ ആൾക്കാരും ജീവിതത്തിൽ ഇതിനെ അവർക്ക് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളുണ്ട്. അതിനോട് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഇഷ്ടമുണ്ട്. അത് ശരിയാണെന്ന് പറയാനുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തിച്ച മുലാന നസ്രുദ്ദീൻ ഒരു ദിവസം ഓഫീസിൽ പോയില്ല. അപ്പോൾ അയാളോട് ചോദിക്കും, നിങ്ങൾ എന്തായിരുന്നു ഓഫീസിൽ വരാൻ? അപ്പോൾ രാവിലെ എണീറ്റപ്പം എനിക്ക് ചെറിയൊരു മടി. അപ്പം ഞാൻ വിചാരിച്ചു ടോസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് ടോസ് ചെയ്തു. ഹെഡ് കിട്ടിയാൽ ഓഫീസിൽ വരാ എന്നും ടെയിൽ കിട്ടിയാൽ വരണ്ട എന്നും തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് ടെയിൽ കിട്ടിയിട്ടുണ്ടാവില്ലേന്ന്. അപ്പോൾ മുല്ല പറയും, കിട്ടി, പക്ഷെ ഞാൻ 6 പ്രാവശ്യം ടോസ് ചെയ്യേണ്ടി വന്നതാണ്. ആദ്യത്തെ 5 പ്രാവശ്യം ഹെഡാ കിട്ടിയ, ഇത് കൂട്ടൂല എന്നാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വരുന്നത് വരെ അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കലേ. ഇത് വളരെ തോട്ട്ഫുൾ ആയ ഒരു ചിന്തയാണ്. നമ്മളെ ഉള്ളിൽ ഒരു നിശ്ചയമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പിനനുസരിച്ചുള്ള കാര്യങ്ങൾ യുക്തിവാദികൾ അതിനെ ഉറപ്പിക്കാനും വേണ്ട ഇൻഫർമേഷനെ കളക്ട് ചെയ്യും. ഈശ്വര വിശ്വാസികൾ അതിനെ ഉറപ്പിക്കാനും വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്യും. അതുകൊണ്ടായിരിക്കും ഈ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നത്. അല്ല, അവരിതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അതാ അതിനെപ്പറ്റി ചിന്തിക്കാത്തവർക്ക് ഇത് ബാധിക്കില്ല. അപ്പം പക്ഷേ
ആത്മാർത്ഥമായിരിക്കണം. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി യുക്തിവാദിയായിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ പല ആൾക്കാർ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, എന്നാലും അവൻ ഒരു യുക്തിവാദി ഒരു സ്ഥാനത്തിന് എന്തൊക്കെയൊക്കെ ആകുമ്പം അവൻ്റെ ഉള്ളിൽ ഇത് ബാധിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങളെ ഫിലോസഫി ഒന്നാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇവിടെ ഈ പറയണ ഈ ഭൂതം പ്രേത പിശാചുക്കളൊക്കെ ബാധിക്കുന്ന ആരെയാണ്? ഭയമുള്ളവനെയാണ്. ഭയമുള്ളവനെ ഇത്തരം കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും. താങ്കൾ ബാധ ഒഴിപ്പിക്കാറുണ്ടോ? ഞാൻ ഒരു ബാധ ഒരാൾക്ക് ഉണ്ട് എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളോട് നിങ്ങൾക്ക് ബാധ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ആളടുത്തേക്ക് പോവുകയുള്ളൂ. അയാൾ പറയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ബോധമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അയാളോട് പറയും നിങ്ങൾക്ക് ബാധ ഉണ്ട്, ഞാൻ ഇന്നൊരു കാര്യം ചെയ്താൽ ആ ബാധ മാറും എന്ന് പറയുന്നു. ഞാൻ അവിടെ ചെയ്യുന്നു, ആ ബാധ മാറുന്നു. കാരണം അയാളെ ഉള്ളിലുള്ള സാധനത്തെ എടുത്തു മാറ്റാൻ അയാളെ ഉള്ളിലുള്ള ടൂള് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഞാൻ അയാളെ നിഷേധിക്കല്ല വേണ്ടത്. ഇത് ഒരുപാട് തരത്തിൽ നമ്മളിപ്പം ഈ പലതരത്തിലുള്ള ഈ രോഗങ്ങളും പലപ്പോഴും നമ്മൾ പറയുന്ന ആ രോഗങ്ങൾ ഒരു യഥാർത്ഥത്തിലുള്ളതായിരിക്കില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ സൃഷ്ടിയായിരിക്കാം. നമ്മൾ സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കുതിരയെ വിഴുങ്ങി എന്ന് ജഗതി പറയുന്നുണ്ട്. അപ്പം അയാളോട് നിങ്ങൾ കുതിരനെ വിഴുങ്ങിയില്ല എന്നല്ല പറയേണ്ടത്. പ്ലാസിബോ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്. രോഗമുണ്ട് എന്ന് പറയുന്ന ഒരാൾക്ക് അയാൾക്ക് മരുന്ന് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. ഈ മരുന്ന് 3 പ്രാവശ്യം കഴിച്ചാൽ മാറും എന്ന് അയാൾക്ക് ആ ഡോക്ടറോട് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ 3 ദിവസം കഴിച്ചാൽ രോഗം മാറും. കാരണം ആ മനസ്സിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എല്ലാം മനസ്സിന്റെ കളികളാണ്. എല്ലാം അടിസ്ഥാനപരമായി മനസ്സിന്റെ കളികളാണ്. അപ്പൊ എന്താ ഈ മനസ്സ് എൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു വസ്തുവല്ല. മനസ്സിനെ നിർവചിക്കാൻ നമുക്ക് സാധിക്കില്ല. സയൻസ് മനസ്സിനെ നിർവചിക്കുന്നത് നിങ്ങളെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആകെ തുകയെ മനസ്സ് എന്ന് വിളിക്കുന്നതാണ്. ഭാരതം അങ്ങനെയല്ല വിളിക്കുന്നത്. ഭാരതം പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു മനസ്സുണ്ട്. ആ മനസ്സിന്റെ ഭാഗമാണ് ഞാൻ. മനസ്സ് എൻ്റെ ഉള്ളിലല്ല, ഞാൻ മനസ്സിലാണ്. നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട് എന്നാണ് ഭാരതത്തിലെ ഋഷിമാർ പറയുന്നത്. മോഡേൺ സയൻസ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെയാണ് മനസ്സ് എന്ന് വിളിക്കുന്നത്. കെമിക്കൽ, കാരണം സൈക്കാട്രിനെ സംബന്ധിച്ച് കെമിക്കൽ ചേഞ്ചസ് ആണ് മനസ്സിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. കാരണം അല്ല, ഈ സൈക്കാട്രി മനസ്സ് എന്ന് പറയുന്ന സാധനത്തെ അംഗീകരിക്കുന്നില്ല. കാരണം അതൊരു സ്യൂഡോ സയൻസ് ആണ്. സൈക്കോളജിസ്റ്റുമാരൊന്നും തെളിവ്, കാരണം മേശപ്പുറത്ത് തെളിയിക്കപ്പെടുന്നത് മാത്രമേ സയൻസിന്. കാരണം 1 കൂട്ടണം 1 = 2 അത് ഇന്ത്യയിലും ജപ്പാനിലും ചൈനയിലും ജർമ്മനിയിലും അമേരിക്കയിലും കറക്റ്റാണ്. അത് സയൻസാണ്. നേരെ മറിച്ച് സൈക്കോളജിയിൽ അങ്ങനെ 1 കൂട്ടണം 1 2 ആവണമെന്നില്ല. ചിലപ്പോൾ 1 കൂട്ടണം 1 വലിയ ഒന്നായിരിക്കും. അതുകൊണ്ട് മേശപ്പുറത്ത് തെളിയിക്കപ്പെടാത്തത് സയൻസിന് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ മെഡിറ്റേഷനിലൂടെ നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് പോകാൻ സാധിക്കുമെന്ന് അങ്ങ് പറയണ്ടായി. അപ്പൊ സ്വാഭാവികം ഈ മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടാവും, നമുക്കിത് ചെയ്യണം, എൻ്റെ പാസ്റ്റ് ലൈഫ്. അപ്പോൾ ആ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആ ചിന്ത ആ മെഡിറ്റേഷനിലെ തടസ്സം ചെയ്യും. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ യഥാർത്ഥ പാസ്റ്റ് ലൈഫ് കാണണമെന്നില്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താവാം. നിങ്ങളെ മനസ്സിലെ അൺഫുൾഫിൽഡ് ബിസിനസ് ആയിരിക്കാം അതിനെ കൊണ്ടുവരുന്നത്. നമ്മളൊക്കെ സ്വപ്നത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഇതുപോലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അൺഫുൾഫിൽഡ് ബിസിനസ്സാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു. പരീക്ഷേൻ്റെ അന്ന് സ്ട്രെസ്സായിട്ട് കടന്നുറങ്ങിയിരിക്കുക. നമ്മളന്ന് സ്വപ്നം കാണും നമ്മൾ പരീക്ഷ എഴുതി കഴിയുന്നതായിരിക്കും. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ സ്വപ്നം കാണും. എപ്പോഴും സംഭവിക്കണം വെച്ചാൽ രാവിലെ നടക്കാൻ പോകണമെന്ന് തീരുമാനിക്കും എല്ലാവരും. അപ്പോൾ കടന്നുറങ്ങും, ബോഡിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ബോഡി വിചാരിക്കും ഈ ചങ്ങായി നടക്കാൻ പോയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സബ് കോൺഷ്യസ് ഒരു സ്വപ്നം കാണിച്ചറിയും. എന്താ അറിയോ, നമ്മൾ രാവിലെ നടക്കാൻ പോണത്. അങ്ങനെ നമ്മൾ നടക്കാൻ പോകണു, എല്ലാവരും കൂടി തിരിച്ചു വരുന്നു. അപ്പം മനസ്സ് ഹാപ്പിയായി, മനസ്സിനെ നടത്തുന്നത് കാണിച്ചു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഞാൻ കടക്കയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇത് ഒക്കെ മനസ്സും ശരീരവും തമ്മിലുള്ള ചില സബ് കോൺഷ്യസിന്റെ ചില കളികളാണ്. ഇതൊക്കെ ഗെയിമുകളാണ്. ഈ മെഡിറ്റേഷന്റെ കേസ് വന്നപ്പോൾ ഒരു ചോദ്യം എനിക്ക് ഇവിടെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു വീഡിയോ ചെയ്തു, മുല്ലപ്പെരിയാർ ഡാം 200 ദിവസം പൊട്ടും. ഒരു കുട്ടി 12 വയസ്സുള്ള ഒരു കുട്ടി മെഡിറ്റേഷനിൽ കണ്ടതാണ്. തസ്മൈ ഗുരുജിയുടെ SMS മെഡിറ്റേഷൻ കണ്ടതാണ്. ഇതേ സാധനം ഗുരുജി അരക്കിട്ടുറപ്പിച്ച് ഇപ്പുറത്തെ പിറ്റേ ദിവസം ഉപയോഗിച്ചായിട്ട് പറയും. ഞാനിത് എയർ ചെയ്തു. ഞാനിത് എയർ ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചു, ഇത് ഞാൻ എയർ ചെയ്താൽ ഈ കുട്ടിക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന സൈബർ അറ്റാക്ക്, എനിക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന സൈബർ അറ്റാക്ക്, ചാനലിന് നേരെ പോകുന്നത്. കാരണം സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു 12 വയസ്സുകാരൻ വന്നിരുന്ന് പറയുകയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടില്ല. 200 ദിവസം കഴിഞ്ഞു. അതിന് പല കാരണങ്ങൾ. ഇപ്പോൾ ഗുരുജിയോട് സംസാരിച്ചപ്പോൾ ഗുരുജി തിരിച്ചു ചോദിച്ചത് പൊട്ടണമെന്നായിരുന്നു ഇവരുടെയൊക്കെ ആഗ്രഹം. ഉത്തരവില്ലാത്ത ചോദ്യമാണ്. ഗുരുജിയോട് തന്നെ പറഞ്ഞു, ഗുരുജി അതൊരു ബുദ്ധിപരമായ ചോദ്യമാണ്, അതിന് മറുപടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എയർ ചെയ്തിട്ട് പ്രോഗ്രാമാണ്. നോക്കൂ, ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, കുട്ടി മെഡിറ്റേഷനിൽ കണ്ടതിനെ തെറ്റെന്ന് ഞാൻ വിളിക്കില്ല. കാരണം മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർ എൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളല്ല എങ്കിലും ഞാൻ പറയുന്നു, അത് അവരുടെ അനുഭവങ്ങളാണ്. ഞാനിത് എയർ ചെയ്തതിൻ്റെ 4ാമത്തെ ദിവസമാണ് വയനാട് ദുരന്തം ഉണ്ടാകുന്നത്. കുട്ടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
വെള്ളവും മരവും മലയും ഒലിച്ചു വരുന്നു, ആളുകൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ആ ഇന്റർവ്യൂ ആളുകൾ നോക്കാം, ആ ഡേറ്റ് നോക്കാം, ഞാനത് എയർ ചെയ്ത ഡേറ്റും വയനാട് ദുരന്തം ഉണ്ടായ ഡേറ്റും നോക്കാം. ഞാനത് ചോദിക്കും, മുല്ലപ്പെരിയാർ ഡാം ആണെന്ന് മോനെ എങ്ങനെയാ മനസ്സിലായേ? അതെന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ മുല്ലപ്പെരിയാർ ഡാം കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് മെഡിറ്റേഷനിൽ. കുട്ടി പറയാണ്. അപ്പോൾ പലരും പറഞ്ഞത് കുട്ടിയുടെ ഭാവനയാണ്, ഗുരുജിയാണ് എല്ലാവരും തരും. ഗുരുജി ഇത് കുട്ടിക്ക് അനാവശ്യമായി എന്തൊക്കെയോ ഭാവനകൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, പേരൻസിനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ കുട്ടിയുടെ മെഡിറ്റേഷനിൽ കണ്ട ഇത് ആ വയനാട് ദുരന്തം ഉണ്ടായി 4 ദിവസം ഇതായിരിക്കുമോ? ഞാൻ അങ്ങയോട് ചോദിക്കാം, അങ്ങയുടെ ഒരു മെഡിറ്റേഷൻ അനുഭവത്തിൽ ഇതായിരിക്കുമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യന് അതീന്ദ്രിയമായി ബോധത്തെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തും അറിയാൻ പറ്റും. ഭാരതത്തിലെ ഋഷിമാര് ഈ ലോകത്തുള്ള അറിവുകൾ മുഴുവൻ കണ്ടെത്തിയത് മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ്. അല്ല, ഞാൻ അതിനകത്ത് 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ 12 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഫീഡ് ചെയ്തപ്പെട്ടിട്ടുണ്ടാവും, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എറണാകുളം ഒലിച്ചു. ഇവർ പാലക്കാടുകാരാണ്, എറണാകുളം താമസിക്കുകയാണ്, എറണാകുളം മുഴുവൻ ഒലിച്ചു പോകും, ആ കുട്ടി മരണപ്പെടും എന്ന് ഒരു ഫീഡ്, ഒരു ഭയം. എവിടെ ആ ഭയത്തിൽ നിന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണോ മെഡിറ്റേഷനിലൂടെ ഇങ്ങനെ കണ്ടത് എന്ന് പറഞ്ഞു? അല്ല, മെഡിറ്റേഷനിൽ അങ്ങനെ അല്ലാതെ നമുക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും ഇതുപോലെ നമ്മളെ പൂർവികർ അല്ലെങ്കിൽ നമ്മളെ പിതാമഹന്മാര്, നമ്മളെ ആ ലീനേജുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇതുപോലെ ഒരുപാട് കഴിവുകളായിരുന്നു. ഭാരതം മെഡിറ്റേഷന്റെ നാടാണ്. ഇവിടുത്തെ ഋഷിമാർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, സാധാരണക്കാരനില്ല. കാരണം എന്താണെന്നറിയോ? സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ ലൈഫിന് എൻജോയ് ചെയ്യുന്ന എന്തുകൊണ്ടറിയാം നിങ്ങൾക്ക്? തൊട്ടടുത്ത നിമിഷം എന്താണ് വരാൻ പോകണം നമുക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, തൊട്ടടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഭാവിയെ അറിയാനുള്ള എന്തെങ്കിലും സാധനം ഈ ഭൂമിയിൽ സാധാരണക്കാരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവിക്കുന്നതിൻ്റെ പകുതി ആൾക്കാർ പോലും ഇവിടെ ഉണ്ടാവുകയുണ്ടായിരുന്നില്ല എന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് വന്ന് മരിച്ചു. തൊട്ടടുത്ത് മറ്റന്നാൾ എന്താ സംഭവിക്കുന്ന അറിഞ്ഞാൽ നമുക്ക് ഇന്ന് സമാധാനം ഉണ്ടാവോ? നാളെ എന്താ സംഭവിക്കുന്ന അറിയാത്തോണ്ടല്ലേ നമ്മളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത്. അപ്പൊ എങ്ങനെയാണ് ഈ ജ്യോതിശാസ്ത്രമൊക്കെ വെച്ചിട്ട് ഭാവി പ്രവചിക്കാൻ കഴിയുക? ജ്യോതിശാസ്ത്രത്തിൽ ഭാവി പറയുന്നത് ഭാരതത്തിന്റെ കൺസെപ്റ്റ് അല്ല. അത് പിന്നീട് നമ്മൾ ഭാരതത്തിൽ ആസ്ട്രോണമി ആണ് ഉണ്ടായിരുന്നത്. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ പിന്നെ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഉള്ള സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള കാലഗണനയൊക്കെയാണ്. അത് വളരെ പിന്നീടാണ് ഈ ഫലപ്രവചനമൊക്കെ ജ്യോതിഷത്തിലേക്ക് വന്നു ചേർന്നത്. പക്ഷെ അതും മനുഷ്യന്റെ കാൽക്കുലേഷനാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് AI എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്?